MLA ഏജൻസിക്ക് ആസ്തി വികസന ഫണ്ട് ലഭിക്കാത്തതുകൊണ്ടാണ് വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ഏക റെയിൽവേ ഗേറ്റായ വാണിയമ്പലത്തെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ AP അനിൽകുമാർ ശ്രമിക്കാത്തതിന് കാരണമെന്ന് CPM ഭാരവാഹികൾ. മുൻ MP രാഹുൽ ഗാന്ധി, നിലവിലെ MP പ്രിയങ്ക ഗാന്ധി, വണ്ടൂർ MLA AP അനിൽകുമാർ എന്നിവർ വിഷയത്തിൽ തികഞ്ഞ അനാസ്ഥ കാണിച്ചതായും എന്ത് ഇടപെടലാണ് നടത്തിയതെന്ന് വ്യക്തമാക്കണമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഈ നാട്ടിലെ ആളുകൾ വളരെ ക്ഷമാപൂർവമാണ് MLA കേട്ടതും MLA കാത്തിരുന്നതും. പക്ഷേ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ 25 വർഷം പൂർത്തിയായിരിക്കുന്ന MLA പറയുകയാണ്, ഞാൻ റെയിൽവേ മന്ത്രിയെ കണ്ട് നിവേദനം കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റും പൊതുമരാമത്ത് വകുപ്പുമാണ് ഈ റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാകാതിരിക്കുന്നതിന് ഉത്തരവാദി എന്നുള്ള രീതിയിലേക്ക് തികച്ചും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് MLAയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. വാണിയമ്പലം മേൽപ്പാലം മാത്രമല്ല, 25 കൊല്ലം മുമ്പ് MLA വാഗ്ദാനം ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ 25 കൊല്ലം മുമ്പത്തെ പ്രകടന പത്രിക ഉൾപ്പെടെ ഞങ്ങൾ എടുക്കുന്നുണ്ട്. തൂവൂർ പഞ്ചായത്തിലെ മാതോത്ത് പാലമാണെങ്കിലും, അതേപോലെ തന്നെ ഈ ചോക്കാട് പഞ്ചായത്തിലെ പന്നിക്കോട്ടുമുണ്ട പാലമാണെങ്കിലും, മമ്പാട് പഞ്ചായത്തിലെ ഓടായിക്കൽ റെഗുലേറ്റർ ബ്രിഡ്ജുമായി ബന്ധപ്പെട്ട അതിന്റെ അപ്രോച്ച് റോഡാണെങ്കിലും ഒട്ടനവധിയായ പ്രശ്നങ്ങൾ, വികസന പ്രശ്നങ്ങൾ അതാത് പഞ്ചായത്തുകൾ ചെല്ലുമ്പോൾ MLA കുറ്റവിചാരണ നടത്തുകയാണ് നാട്ടുകാർ. വാണിയമ്പലം മേൽപ്പാലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വാണിയമ്പലം മേൽപ്പാലം മാത്രമല്ല 92 റെയിൽവേ മേൽപ്പാലങ്ങൾ ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് 2000 കോടി രൂപ നീക്കിവെച്ചുകൊണ്ട് കിഫ്ബി മുഖേന ആ പദ്ധതികൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് വകവെച്ചത്. മൊത്തം 6000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കിഫ്ബിയിലൂടെ കേരളത്തിന്റെ അടിസ്ഥാന പശ്ചാത്തല സൗകര്യ വികസന രംഗത്ത് മുതൽ മുടക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷം തീരുമാനിച്ചത്. അത് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തിയതിന്റെ ഭാഗമായിട്ട് ആ കിഫ്ബി പദ്ധതിയെ അട്ടിമറക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തി. നമ്മുടെ MLAയും തുടക്കത്തിൽ കിഫ്ബിക്കെതിരായിട്ടുള്ള വലിയ നിലപാട് സ്വീകരിച്ച MLA ആണ്. ഇപ്പോ വണ്ടൂർ മണ്ഡലത്തിലാണ് മലപ്പുറം ജില്ലയിലെ ഏറ്റവും കൂടുതൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സ്കൂൾ കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളതിന്റെ മേനി നടിക്കുന്ന MLA കിഫ്ബി പദ്ധതിക്ക് എതിരായിരുന്നു MLAയും UDFും എന്നുള്ളത് മനസ്സിലാക്കണം. അങ്ങനെ കിഫ്ബി പദ്ധതി മുഖേന നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളല്ലാതെ ഒരു വികസന പ്രവർത്തനവും നടപ്പിലാക്കിയിട്ടില്ല. വാണിയമ്പലം മേൽപ്പാലം MLAക്ക് താല്പര്യമില്ലാത്തത് മറ്റൊരു കാര്യവുമല്ല. ഈ മണ്ഡലത്തിൽ നടക്കുന്ന MLAയുടെ ആസ്തി വികസന ഫണ്ട് തന്റെ ഏജൻസികളാണ് വർക്കെടുക്കുന്നത്. വാണിയമ്പലം മേൽപ്പാലം അതിന്റെ പ്രവൃത്തി ഏറ്റെടുത്ത് തന്റെ ഏജൻസികളെ ഈ വർക്ക് ഏൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് MLA ആ പ്രവൃത്തിക്ക് മുൻകൈ എടുക്കാത്തത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. 25 വർഷം MLAയും മന്ത്രിയുമൊക്കെ ആയിരുന്ന AP അനിൽകുമാർ അവസാന വർഷമാണ് മേൽപ്പാലത്തിനായി കേന്ദ്രമന്ത്രിക്ക് ഒരു നിവേദനം പോലും സമർപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. കേന്ദ്ര സർക്കാർ KRDSLനെ ഏൽപ്പിച്ചുള്ള മേൽപ്പാലങ്ങളെ സംബന്ധിച്ച് എന്തുകൊണ്ട് MLA കേന്ദ്ര സർക്കാരിനെതിരെയും ഈ ഏജൻസിക്കെതിരെയും ശബ്ദിക്കുന്നില്ല എന്നത് അവർ തമ്മിലുള്ള ഡീലാണ് വ്യക്തമാക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. MLA ഇന്നലെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എത്ര മനോഹരമായ കള്ളം പറയലാണ് ഈ ജനങ്ങളുടെ മുമ്പിൽ നടത്തുന്നത്. ഇപ്പം ഇതിൻ്റെ നടപടികൾ പോകുന്നു. പൂർണ്ണമായും കേന്ദ്ര സർക്കാർ നിർവഹിക്കേണ്ട പദ്ധതിയാണ് KRDCLനെ ഏൽപ്പിച്ചിട്ടുള്ള 39 മേൽപ്പാലങ്ങൾ. എന്തുകൊണ്ട് MLA കേന്ദ്ര സർക്കാരിനെതിരായി പറയുന്നില്ല? സംസ്ഥാന സർക്കാരിനെയും സംസ്ഥാന സർക്കാരിൻ്റെ PWD വകുപ്പും നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. ഒരക്ഷരം കേന്ദ്ര സർക്കാരിനെ പറയാതിരിക്കുന്നത് രാഷ്ട്രീയമായ നീക്കുപോക്കുകളാണ് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. സത്യം ജനങ്ങളുടെ മുമ്പിൽ പറയണം. സത്യം ജനങ്ങളുടെ മുമ്പിൽ പറയാതെ കള്ളത്തരം പറയുന്ന ഒരു MLA ആയി നമ്മുടെ നാട്ടിലെ MLA മാറുകയാണ്. AP അനിൽകുമാർ MLA തന്റെ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കാത്തതിനാൽ ജനങ്ങളിൽ നിന്നും കോൺഗ്രസിൽ നിന്നും മുന്നണിയിൽ നിന്നും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഇത് മറിച്ചുവെക്കുന്നതിനാണ് CPIM വാണിയമ്പലം മേൽപ്പാലത്തിന്റെ പേരിൽ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ CPM ഏരിയ സെക്രട്ടറി MT അഹമ്മദ്, മറ്റു ഭാരവാഹികളായ PK മുബഷിർ, N കണ്ണൻ, TP ഇബ്രാഹിം, അരുൺ കാപ്പിൽ, KT മുഹമ്മദ് അലി എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ. സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ. സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനിറിയ സമ്മാനങ്ങൾ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ 7012 945 198.